ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധമായിരിക്കുന്ന വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണല്ലോ. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 47 മുതലുള്ളതായ വേദഭാഗമാണ്. അവിടെ ഇങ്ങനെ നാം കാണുന്നു: വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് ശിഷ്യന്മാർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്നവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു: ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമറന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ഇത് ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു വേദഭാഗമാണ്. ഇവിടെ ശിഷ്യന്മാർ ഒറ്റയ്ക്ക് കടലിൻ്റെ നടുവിൽ വലിയതായ പരിഭ്രമവും വലിയതായ വിറയലും സംഭവിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. കാരണം കാറ്റ് പ്രതികൂലമാണ്. അവർക്ക് പടക് ഒരു അടി പോലും മുന്നോട്ട് നീക്കുവാൻ സാധിക്കാത്ത വിധം അത്രയും വലിയതായ കൊടുങ്കാറ്റിൽ അവർ പെട്ടിരിക്കുകയാണ്. അവരെന്തു ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുകയാണ്. ഇനി എന്താണ് ഒരു വഴി എന്നുള്ളതായ ഒരു ചിന്ത പോലും ചിന്തിക്കുവാൻ സാധിക്കാതെ മരണഭീതിയാൽ അവർ ഇങ്ങനെ നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പലപ്പോഴും സംഭവിച്ചിട്ടില്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും പലരിൽ നിന്നുമുള്ളതായ തിരസ്കരണങ്ങൾ, പലരിൽ നിന്നുമുള്ളതായ ഒറ്റപ്പെടലിൻ്റെ അനുഭവം, കുറ്റപ്പെടുത്തലിൻ്റെ അനുഭവം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യേണ്ടു എന്നറിയുവാൻ പാടില്ലാത്ത അവസ്ഥകൾ സംജാതമായിട്ടില്ലേ? ഈ ശിഷ്യന്മാർ ഇവിടെ അനുഭവിച്ചതായ പ്രയാസങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ആശ്വാസദായകനായി ഇവിടെ കർത്താവ് അവരുടെ മുമ്പിൽ വരികയാണ്. അവരുടെ നടുവിലേക്ക് യേശു തമ്പുരാൻ ഇറങ്ങി വരികയാണ്. അവരെ ധൈര്യപ്പെടുത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതായ ആശ്വാസവചനം ഇവിടെ കർത്താവ് പങ്കുവയ്ക്കുകയാണ്. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 23-ാം അധ്യായം വായിക്കുമ്പോൾ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് അവിടെ നാം കാണുന്നു. പ്രിയമുള്ളവരെ, നാം അതുകൊണ്ട് ഇങ്ങനെ പാടാറുണ്ടല്ലോ: കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നീഴൽ നിനക്കായി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്ര വലിയ കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും പ്രത്യാശയുള്ളതായ ഒരു വചനം നമുക്കുണ്ട്. അത് ഭയപ്പെടേണ്ട എന്നുള്ളതായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമുക്ക് നൽകിയതായ വചനമാണ്. പലപ്പോഴും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞവരുണ്ട്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അപ്രകാരമായിരിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പ്രത്യാശ നിറഞ്ഞതായ ഒരു ജീവിതമായിരിക്കണം. ഈ വേദഭാഗത്തെപ്പറ്റി സഭാപിതാവായ സെന്റ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാർ കൂടുതൽ വിശ്വാസം പഠിക്കേണ്ടതുകൊണ്ടാണ് കർത്താവ് കൊടുങ്കാറ്റിനെ അനുവദിച്ചത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലായി നാം വിശ്വാസത്തിൽ വളരുവാനും കർത്താവിനോട് കൂടെയായിരിക്കാനുമാണ്. വലിയ നോമ്പിൻ്റെ വ്യാഴാഴ്ച സന്ധ്യാനമസ്കാരത്തിൽ നമ്മളിങ്ങനെ പാടാറുണ്ട്: എന്നെ കാക്കും പകലിൻ ഗതിയെ വീക്ഷിച്ചിടാൻ കാലത്തെ ഞാൻ കർത്താവിൻ ചാരേ നിന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കാൻ, രാവും പകലും ദൈവത്തോട് കൂടെ ആയിരിക്കാൻ നോമ്പ് കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.